എല്ലാവർക്കും നമസ്കാരം. തനതിടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തടമെടുക്കാതെയും മണ്ണ് കുത്തിക്കിളയ്ക്കാതെയൊക്കെ ഈസിയായി എങ്ങനെ ചേന നട്ടു വളർത്താം എന്നുള്ളതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ചേന നടുന്നതിന് പറ്റിയ സമയമാണിപ്പോൾ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നട്ടുകഴിഞ്ഞാൽ ഓണത്തിന് വിളവെടുക്കാൻ സാധിക്കും. മാർച്ച് പകുതിക്ക് മുമ്പ് നടുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തെ വേനൽ മഴ കിട്ടുമ്പോൾ തന്നെ ചേന മുളച്ചു തുടങ്ങും. കുംഭമാസത്തിൽ സാധാരണ 1-2 മഴ കിട്ടാറുള്ളതാണ്. കുംഭത്തിലെ മഴ കുപ്പയും പൊന്ന് എന്നാണല്ലോ പറയാറ്. ഇതുപോലെ ചാക്കും കരിയിലയും ഉണ്ടെങ്കിൽ ഒത്തിരി അധ്വാനമില്ലാതെ തന്നെ കൊച്ചു കുട്ടികൾക്ക് പോലും ചേന നട്ടു വളർത്താം. ചേന ചാക്കിൽ നടുന്നത് എങ്ങനെയെന്ന് കാണാം. സിമൻറ്റ് ചാക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ സിമൻറ്റിൻ്റെ അംശമുള്ളത് കഴുകി കളഞ്ഞെടുക്കണം. വെള്ളത്തിന് ക്ഷാമമുള്ള സമയമായതുകൊണ്ട് പാത്രം കഴുകുന്നതോ തുണി കഴുകുന്നതോ ഒക്കെ ആയ വെള്ളം ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ചാക്കിൻ്റെ 2 സൈഡും ഒരേ ലെവലിൽ കട്ട് ചെയ്ത് ഒരറ്റം ഇങ്ങനെ കൂട്ടിക്കെട്ടണം. നല്ല ബലമുള്ള വള്ളി കൊണ്ട് വേണം ഇനി കൂട്ടിക്കെട്ടി കൊടുക്കാൻ. ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ചാക്ക് ചരിഞ്ഞു പോകാതെ നല്ലൊരു ലെവലിന് കിട്ടും. ഇതുപോലെ നല്ല ബലമുള്ള വള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഈ കെട്ട് അകത്തൊക്കെ വണ്ണം തിരിച്ചിട്ട് അരികെ വശം മടക്കി വയ്ക്കണം. ഇതിലേക്ക് കരിയിലയും പച്ചിലയും എല്ലാം കൂടി പകുതി ഭാഗം വരെ നിറച്ചു കൊടുക്കണം. ഏതെങ്കിലും ജൈവവളവും മണ്ണും കൂട്ടിക്കലർത്തി ബാക്കി 1/4 ഭാഗം കൂടി നിറച്ചു കൊടുക്കണം. ചാരവും ആട്ടിൻ കാഷ്ടവും കൂടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളമോ ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ഇങ്ങനെ നിറച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വിത്തി ചേന നട്ടു കൊടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് നടാൻ വേണ്ടി ഇങ്ങനെ ചേന മുറിച്ചെടുക്കുന്നതിന് ചേന പൂള് വെട്ടുന്നതെന്നാണ് പറയുന്നത്. വീട്ടാവശ്യത്തിനുള്ള ചേന ചെറിയ പീസാക്കി നടുന്നതാണ് നല്ലത്. നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന ചേന ഒത്തിരി വലിപ്പമുള്ളതായാൽ കട്ട് ചെയ്ത് വെച്ചിരുന്നത് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല മുറിച്ച് വെച്ചിരിക്കുന്ന ചേന കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാണ് നമ്മുടെ അടുക്കളയിലേക്കുള്ള ചേന നടുന്നത് ചെറിയ പീസാക്കി നടുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇങ്ങനെ പൂള് വെട്ടി അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്ത വിത്ത് ചേന ചാണകപ്പാലിൽ മുക്കി 2-3 ദിവസം തണലിൽ ഉണക്കി നട്ടു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പച്ചച്ചാണകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഈ ചേനയുടെ മുറിപ്പാട് വിറക് കത്തിച്ച ഈ ചാരത്തിൽ മുക്കി നടുന്നത്. സുഡോമോണസ് ചേർത്ത ചാണകപ്പാലിൽ മുക്കി നടുന്നതാണ് നല്ലത്. ചാണകപ്പൊടിയും കരിയിലയും മാത്രം ഉപയോഗിച്ചും ചേന നടാവുന്നതാണ്. ഇങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചാക്കിൽ ചാണകപ്പൊടിയും കരിയിലയും ഓരോ തട്ടുകളായി ഇട്ട് കൊടുക്കണം. ചാക്കിൻ്റെ പകുതി ഭാഗത്തോളം ഇങ്ങനെ നിറയ്ക്കണം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിത്ത് ചേന വെച്ച് കൊടുക്കാം. ചേനയുടെ മുകളിലായി വീണ്ടും പച്ചിലയോ കരിയിലയോ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ അടുക്കടുക്കായി ഇട്ട് കൊടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നില്ല. ചേന ഇതുവരെ നട്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ 4 ചുവട് ചേനയെങ്കിലും നട്ടു നോക്കൂ. ഓണത്തിന് വിളവെടുക്കാം. ഇഞ്ചിയും ഇതുപോലെ തന്നെ നടാവുന്നതാണ്. ഇതുപോലെ ചാക്കിൽ നട്ടിരുന്ന ചേന നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, നല്ല ചേനയാണ്. ഇത് ചെറിയ പീസായി നട്ടിരുന്നതാണ്. ചാണകപ്പൊടിയും കരിയിലയും മാത്രമാണ് ഞാനിതിന് വളമായി കൊടുത്തിരുന്നത്. ഇനി വേറൊരു വിളവെടുപ്പ് കാണാം. ഇത് ചെറുകിഴങ്ങ് എന്ന് പറയുന്ന ചെറുവള്ളിക്കിഴങ്ങ്. ഇത് ഒരെണ്ണം ഞാനിതൊരു ഗ്രോ ബാഗിൽ നട്ടിരുന്നതാണ്. ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയും ചാക്കിൽ തന്നെ നട്ടിരുന്നതാണ്. ഇതെല്ലാം അത്യാവശ്യം നല്ല വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ നിലത്ത് നട്ടിരുന്ന മഞ്ഞളാണ്.
ചേനയും ഇഞ്ചിയും മഞ്ഞളും നടാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക.